പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 10ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പുല്ലാംബുജാസ്ത്രനുടെ വല്ലായ്മയെ നയനമല്ലാൽ അമർത്തഗിരിജൻ ഉല്ലാസമാർന്നു നിജ സല്ലാഭമായ മതിലുല്ലാസോത്സവതയാ ചൊല്ലാർന്നു നൽപ്പളനി എല്ലാധിപൻ ഭവതി നല്ല ആത്മജന്റെ വടിവായി എല്ലാ ജഗന്മകുട ചില്ലാമവന്റെ കൃപ തെല്ലാകിലും ശുഭകരീ. ഭുല്ലാംബുജാസ്ത്രനുടെ വല്ലായ്മയെ നയനമല്ലാൽ അമർത്തഗിരിജൻ ഉല്ലാസമാർന്ന് നിജ സല്ലാഭമായ മതിലുല്ലാസോത്സവതയാ ചൊല്ലാർന്നു നൽപ്പളനി എല്ലാധിപൻ പളനി നല്ലാത്മജന്റെ വടിവായി എല്ലാ ജഗന്മകുട ചില്ലാമവന്റെ കൃപ തെല്ലാകിലും ശുഭകരീ. ഇതാണ് ശ്ലോകം. ഭുല്ലാംബുജാസ്ത്രനുടെ, വിടർന്ന താമരപ്പൂവിനെ അസ്ത്രമാക്കിയവന്റെ, കാമദേവന്റെ വല്ലായ്മയെ, അതിക്രമത്തെ, വല്ലായ്മ എന്ന് പറഞ്ഞാൽ അരുതാത്ത അല്ലെ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളെയാണ് ഈ വല്ലായ്മകൾ എന്ന് പറയുന്നത്. അതിക്രമം, അങ്ങനെയുള്ള സർവ വല്ലായ്മകളെയും നയനമല്ലാൽ അമർത്ത ഗിരീശന്. നയനമല്ലാൽ, നയനത്തിൻ്റെ മല്ലെന്ന് പറഞ്ഞാൽ യുദ്ധമെന്നാണ്. ഇവിടെ കണ്ണിൻ്റെ മല്ലുകൊണ്ട് അല്ലെങ്കിൽ കണ്ണിൻ്റെ ശക്തി കൊണ്ട് അമർത്ത ഗിരീശന്, അമർത്തിക്കളഞ്ഞ അല്ലെ തോൽപ്പിച്ചു കളഞ്ഞ, ഇല്ലാതാക്കി കളഞ്ഞ ഗിരീശന് ഉല്ലാസമാർന്ന്, ഉത്സാഹത്തോടു കൂടി നിജസല്ലാഭം, സ്വന്തം ഉന്മാവിശേഷത്തിൻ്റെ ലാഭം, ആയം അതിൽ. ആയം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നേട്ടം, വരവ് എന്നൊക്കെയാണ്. അപ്പം ഇവിടെ ആയം അതിൽ എന്ന് പറഞ്ഞാൽ കരഗതമായതിലുള്ള എന്നാണ്. അതായത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഉല്ലാസോത്സവതയാ, സ്വയം അനുഭവപ്പെടുന്ന ഉത്സാഹത്തോടുകൂടി അല്ലെങ്കിൽ ഉത്സവത്തോടുകൂടി, ആമോദത്തോടുകൂടി ചൊല്ലാർന്ന, കീർത്തി കേട്ട നൽപ്പളനി, നല്ല പളനിയാകുന്ന എല്ലാധിപൻ, പ്രകാശഗോപുരത്തിൻ്റെ അധിപൻ, നല്ലാത്മജന്റെ വടിവായി. നല്ലാത്മജൻ എന്ന് പറഞ്ഞാൽ നല്ല ആത്മജൻ, അതായത് സൽപുത്രൻ, സൽപുത്രൻ്റെ വടിവായി രൂപത്തിൽ ഭവതി വന്നു ഭവിച്ചു. എല്ലാ ജഗന്മകുട ചില്ല, സർവ ജഗത്തിൻ്റെയും മകുടത്തിലിരിക്കുന്ന പളുങ്കുമണിയായ, ചില്ല് എന്ന് പറയാൻ പളുങ്കുമണി എന്നാണ്, അവൻ്റെ കൃപ, അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ കൃപ തെല്ലാകിലും ശുഭകരി, അല്പമാത്രമാണെങ്കിൽ പോലും അത് ശുഭത്തെ ഉണ്ടാക്കുന്നതാണ്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. കാമദേവന്റെ അതിക്രമത്തെ സ്വന്തം കണ്ണിൻ്റെ ശക്തി കൊണ്ട് അമർത്തിക്കളഞ്ഞ ഗിരീശനാണ് ശിവൻ. വളരെ ഉത്സാഹത്തോടു കൂടി സ്വന്തം ഉന്മാവിശേഷത്തിൻ്റെ ലാഭസിദ്ധിയിലൂടെ കരഗതമായ ഉത്സവഭാവത്തോടുകൂടി കീർത്തി കേട്ട പളനി എന്ന പ്രകാശഗോപുരത്തിൻ്റെ അധിപനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ ശിവന് നല്ലൊരു പുത്രനായി വന്നു പിറന്നിരിക്കുന്നു. സർവജഗത്തിൻ്റെയും കിരീടത്തിലെ പളുങ്കുമണിയായി ശോഭിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ കൃപ അല്പമെങ്കിലും ലഭിക്കാൻ ഇടയായാൽ അത് ശുഭകരമായി ഭവിക്കുന്നതാണ്. കാമദേവ ദഹനകഥയെ പരാമർശിച്ചുകൊണ്ട്
ശൈവപ്രഭാവത്തെ വാഴ്ത്തുന്ന ഒരു ശ്ലോകമാണിത്. ഏകഛത്രാധിപത്യം നേടിയെടുക്കാൻ വേണ്ടി ദക്ഷ പ്രജാപതി നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ധർമ്മപുത്രിയും ധർമ്മപത്നിയുമായ സതി അപമാനിതയായി തീരുകയും അത് അവളുടെ ആത്മാഹുതിയിൽ ചെന്ന് കലാശിക്കുകയും ചെയ്തു. ആ സംഭവത്തിൽ രോഷാകുലനായി തീർന്ന ശിവൻ യോഗനിദ്രയിൽ അമർന്നു പോയത് കാരണം ലോകവാഴ്വിന് തടസ്സമുണ്ടായി. ആ തടസ്സം നീക്കുന്നതിനു വേണ്ടി സതീദേവിയുടെ പുനർജന്മമായ പാർവതിയിൽ അനുരാഗം ജനിപ്പിച്ച് ശിവനെ കർമ്മനിരതരാക്കാൻ വേണ്ടി കാമബാണങ്ങൾ അയച്ച കാമദേവനെ നേത്രാഗ്നിയിൽ ദഹിപ്പിച്ചു കളയുകയാണ് ശിവൻ ചെയ്തത്. ഈ കഥ ഗൂഢാർത്ഥങ്ങൾ പേർന്ന ഒരു ദൃഷ്ടാന്ത കഥയാണ്. ഇതൊന്നും ചരിത്രമല്ല. പുരാണങ്ങളെല്ലാം അർത്ഥവാദപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളാണ്. അത് നമ്മൾ അതിൽ അന്യാപദേശമറയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ മറ നീക്കി പുറത്തെടുത്ത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശിവന്റെ നേത്രാഗ്നിയിൽ ദഹിച്ച് അനങ്കനായി തീർന്ന കാമദേവൻ, അനങ്കൻ എന്ന് പറഞ്ഞാൽ ശരീരം ഇല്ലാതെ ജീവിക്കുന്നവനാണ് അനങ്കൻ. അംഗം ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പോൾ യാതൊരു അവയവവും ഇല്ലെന്നാണ് ശരീരമില്ല, ശരീരം നഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെയൊരു കാമദേവ പ്രഭാവത്തിനിട്ട് നാശം സംഭവിച്ചിരുന്നു. അതെപ്പോഴും എല്ലാ കാലത്തും മനുഷ്യൻ്റെ മനസ്സിൽ വസിക്കുന്നുണ്ട് അരൂപിയായി. അപ്പം അങ്ങനെ നേത്രാഗ്നിയിൽ ദഹിച്ച് അനങ്കനായി തീർന്ന കാമദേവൻ എക്കാലത്തും അദൃശ്യനായി മനുഷ്യ മനസ്സിൽ വർത്തിക്കുന്ന കാമചോദനയുടെ പ്രതീക മൂർത്തിയാണ്. അങ്ങനെ വാസ്തവത്തിലൊരു മൂർത്തി സ്വരൂപനില്ല, ഒരു പ്രതീകമൂർത്തിയാണത്. അത് കാമപ്രഭാവത്തിൻ്റെ എക്കാലത്തുമുള്ള കാമപ്രഭാവത്തിൻ്റെ പ്രതീക കൽപ്പിതമൂർത്തിയാണ് കാമദേവൻ. വിവേകത്താൽ അമർച്ച ചെയ്യപ്പെടുന്ന കാമചോദനയായി ആ ബിംബസങ്കല്പത്തെ മനസ്സിലാക്കേണ്ടതാണ്. കാമാന്തകനായ ശിവന് പാർവതിയിൽ പിറന്ന ആദ്യപുത്രൻ ഗണപതിയാണ്. സർവഭൂത ഗണാധിപനായ ശിവൻ തന്നെയാണ് ഗണപതി എന്ന് വിനായകാഷ്ടകത്തിൽ ഗുരു സമർത്ഥിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ കൃതിയുടെ പഠനത്തിൽ വളരെ വിശദമായി മനസ്സിലാക്കിയ കാര്യമാണ്. വളരെ വിശദമായ രീതിയിൽ പുരാണങ്ങളുടെയും അതുപോലെ തന്നെ ഗണേശ ഉപനിഷത്തിൻ്റെയും ഒക്കെ അപഗ്രഥനത്തിലൂടെ വിനായകാഷ്ടകം എന്ന കൃതിയുടെ പഠനം നമ്മൾ വളരെ ദീർഘമായ ഒരു സമയം തന്നെ അതിനുവേണ്ടി ചിലവാക്കി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ പഠിതാക്കൾക്ക് ശരിയായ രീതിയിൽ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ശൈവ സിദ്ധാന്തികൾ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ച പരബ്രഹ്മമൂർത്തി തന്നെയാണ് സുബ്രഹ്മണ്യൻ. അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ കടാക്ഷം അല്പമാത്രമാണെങ്കിൽ പോലും അത് ശുഭകരം തന്നെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കടാക്ഷം എന്ന പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ വാഗർത്ഥം നോട്ടമെന്നാണ്. സുബ്രഹ്മണ്യൻ്റെ നോട്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെ പുരുഷഭാവത്തിൽ സങ്കല്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഭാവന ചെയ്യുന്നതെങ്കിൽ പോലും സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ബ്രഹ്മണ്യത്തിൻ്റെ നവീകൃത ഭാവമാണ്. അത് ആ ഒരു പ്രഭാവമാണ്. അതിനെ ചൈതന്യ രൂപത്തിലല്ലാതെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ കടാക്ഷം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ജ്ഞാനസ്വരൂപത നമ്മുടെ മനസ്സിലേക്ക് സ്വയം വെളിപ്പെട്ട് കിട്ടുക എന്നാണ്. അപ്പം അത്തരത്തിൽ ആ പൂർണ്ണതയിൽ വെളിപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം സമർപ്പിത ബുദ്ധിയോടുകൂടി ധ്യാന സാധനയിൽ ഏർപ്പെടുന്ന മഹായോഗീശ്വരന്മാർക്കൊക്കെ മാത്രമേ അതിനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. നമുക്കൊക്കെ സാധാരണ ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചും ഒക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു അല്പമാത്രമായ വെളിപ്പെടലായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ അല്പമാത്രമാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പ്രഭാവം
വാഗാതീത പ്രഭാവം തന്നെയാണ്, അത് ശുഭകരമാണ് എന്നാണ് ഗുരു ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സുബ്രഹ്മണ്യ തത്വപ്പൊരുള് പരിപൂർണമായും അതേപോലെ വെളിപ്പെട്ട് കിട്ടുന്നതിനും അതിൽ സാക്ഷാത്കാര ബുദ്ധിയോടുകൂടി വിലയം പ്രാപിക്കാനുമുള്ള ഭാഗ്യം ഒരുപക്ഷെ കിട്ടിയില്ല എങ്കിൽ പോലും അല്പമാത്രമെങ്കിലും ആ തത്വപ്പൊരുള് മനസ്സിൽ സ്വയം വെളിപ്പെട്ട് പ്രകാശിച്ചു കിട്ടിയാൽ അത് ശുഭകരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം ഗുരു ഉപസംഹരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.